ഇവിടെ ഇപ്പോൾ ശശി തരൂർ തുറന്നു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശശി തരൂർ ഇപ്പോൾ ഈ ലേഖനത്തിൽ പ്രോജക്ട് സിൻഡിക്കേറ്റിന്റെ ലേഖനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അതിൽ ഈ തുർക്ക്മാൻ ഗേറ്റ് അട്രോസിറ്റീസിനെ കുറിച്ചിട്ടുള്ള റഫറൻസ്, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയത്, സപ്രഷൻ ഓഫ് ഫ്രീഡം, അതേക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിൽ ഞാൻ പറയും ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിൽ ഏറ്റവും നന്നായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസാരിക്കുന്നതിന് BJPക്ക് കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ആയുധമാണ് ശശി തരൂർ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അടിയന്തരാവസ്ഥ എന്താണ് എന്നുള്ള കൃത്യമായിട്ടുള്ള റിമൈൻഡറാണ് ഈ ലേഖനം. പ്രോജക്ട് സിൻഡിക്കേറ്റിലെ ലേഖനം എന്ന് പറയുന്നത് എന്തായിരുന്നു അടിയന്തരാവസ്ഥ, എന്താണ് ഇന്ദിരാഗാന്ധി ചെയ്തത്, കോൺഗ്രസിന് പോലും തൊടാൻ കഴിയില്ല. അതായത് ശശി തരൂരിനെ അങ്ങ് വെറുതെ വിടുന്നതുകൊണ്ടല്ല. എങ്ങനെ ന്യായീകരിക്കും? അമ്മാതിരി ചെയ്തില്ലേ ഇന്ദിരാഗാന്ധിയും കൂട്ടരും ചെയ്തു വെച്ചത്? ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ചെയ്ത കാര്യങ്ങൾ അത് ന്യായീകരിക്കാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റുമോ? ന്യായീകരിച്ചാൽ ഇനി ഉള്ള അവസരവും ഉള്ള സീറ്റും കൂടി പോകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ശശി തരൂരിനെ ഞങ്ങൾ വിമർശിക്കുന്നില്ല. നമുക്ക് അയാളെ അങ്ങ് വെറുതെ വിട്ടേക്കാം. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിമർശിക്കാതിരിക്കുന്നത്.